വെൽക്കം ടു വില്ലേജ് കറീസ്. സീമച്ചക്ക കൊണ്ട് അടിപൊളി ഇറച്ചിത്തോരൻ ചെയ്യുന്ന റെസിപ്പി ഇന്ന് കാണിക്കുന്നത് നാടൻ സീമച്ചക്ക ഇറച്ചിത്തോരൻ. അപ്പോൾ ഇറച്ചിത്തോരന് വേണ്ടിയുള്ള സീമച്ചക്ക നമ്മുടെ പ്ലാവേ നിൽക്കുന്നേ ഉള്ളൂ. ആദ്യം പോയി ചക്ക പറിച്ചുകൊണ്ട് വരും, എന്നിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. തോരന് വേണ്ടിയുള്ള ചക്ക മേളിൽ നിൽക്കുന്നേ ഉള്ളൂ. നമുക്ക് ആദ്യം ചക്ക പറിക്കാം. ചക്ക പറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോരൻ വെക്കാം. ഞാൻ പറിച്ചു വെച്ച കടച്ചക്കയാണിത്. ഇതിപ്പോൾ 3 ദിവസം കഴിഞ്ഞ്. അന്ന് പറിച്ചു വെച്ചപ്പോൾ പെട്ടെന്ന് തന്നെ മഴക്കാറ് കയറി വന്ന് മഴ പെയ്തു. പിന്നെ ആകെ ഇരുട്ടായി, ലൈറ്റില്ലാത്ത കാരണം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഫ്രിഡ്ജിൽ ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഞെട്ടെല്ലാം അങ്ങ് അതിൻ്റെ കളർ തന്നെ മാറിപ്പോയി. ഇപ്പോൾ ചക്ക ഇപ്പോൾ ഈ കളറായി, പച്ചക്കളറുള്ള ചക്ക. ഇതിൻ്റെ തൊലി ഒന്ന് ഞാൻ കണ്ടിച്ച് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഞാൻ ചെത്തി വെച്ചിട്ടുണ്ട്. കടച്ചക്കയുടെ തൊലി ചെത്തുമ്പോഴും കടച്ചക്ക അരിയുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം കുറച്ച് കട്ടി കൂടുതലാണ് ഇതിന്. അതുകൊണ്ട് തന്നെ ഇത് അരിയുമ്പോൾ സൂക്ഷിച്ചരിഞ്ഞില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയെല്ലാം മുറിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാനിതിൻ്റെ തൊലി ഇപ്പം ചെത്തി മാറ്റി വെച്ച് അതിന് ശേഷം ഇപ്പോൾ ഇത് കൊത്തി അരിയുവാണ്. കൊത്തി അരിയുന്നത് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ കത്തി കൊണ്ട് ചെയ്യുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടുമ്പോഴത്തേക്ക് കൈക്കിട്ട് കൊള്ളും. അപ്പോൾ അതൊക്കെ താഴെ ഒരു പേപ്പറോ വല്ലതും വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേസ്റ്റാതെ കിട്ടും. ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കാണിക്കുവാണ്. ഇവിടെ ചക്കയ്ക്ക് അത് നല്ല വെളുത്ത കളറാണ്, പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ കളറ് ഇപ്പോൾ കുറേശ്ശെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു ബ്രൗൺ കളറും ബ്രൗണിഷ് വൈറ്റ് ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ ഇരുന്നിട്ടായിരിക്കാം ചിലപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. അപ്പോൾ എന്താണെങ്കിലും ഈ ചക്ക നമുക്ക് പരമാവധി നിങ്ങൾ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കുക. കൊത്തി അരിയാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊത്തി അരി, അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ പതുക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇതിപ്പോൾ അരിഞ്ഞ് വെച്ച ചക്കയ്ക്കകത്തോട്ട് ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്കയ്ക്ക് അത്യാവശ്യം നല്ല കറയുള്ളതാണ്. അപ്പോൾ ആ കറച്ചോ മാറാനായിട്ടും നമുക്ക് ചക്കയ്ക്ക് അങ്ങനെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഈ ചക്ക ഒരു 10 മിനിറ്റോളം മാറ്റി വെക്കും. അപ്പോൾ ഇതിനകത്തുള്ള ആ ഒരു കറച്ചൊവ എല്ലാം ഈ മഞ്ഞൾപ്പൊടിക്കകത്തിരുന്ന് മാറിക്കിട്ടും. ഇപ്പം ചക്കയ്ക്കകത്ത് വെള്ളമെല്ലാം ഊറ്റി മാറ്റിയിട്ട് ചക്ക ഒരു അരിപ്പയ്ക്കകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്തൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ആ ചൂടാകാൻ വെച്ച പാനിനകത്തോട്ടേക്ക് ചൂടായപ്പോഴത്തേക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ശേഷം പെട്ടെന്ന് തന്നെ 1 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ്. അധികം കിടന്ന് മൂത്ത് വരാൻ നിൽക്കണ്ട. ഒരു 2 തണ്ട് കറിവേപ്പിലും കൂടെ ചേർക്കുക. എന്നിട്ട് നമ്മൾ ചക്ക നമ്മൾ അരിഞ്ഞ് വെച്ച് വെള്ളം വാരാൻ വെച്ച ചക്കയാണ് ഈ ചക്ക ചേർത്ത് കൊടുക്കുക. ചക്കയ്ക്കകത്ത് വെള്ളം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ കുറച്ച് വെള്ളം തളിച്ചാണ് ചക്ക ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യത്തിനുള്ള വെള്ളം അതിനകത്ത് ഇരുന്നോട്ടെ. അല്ല മുഴുവൻ വെള്ളം വാർന്നു പോകാനായിട്ട് അത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്യണ്ട, അല്ലാതെ തന്നെ ചക്ക നമുക്ക് എടുക്കാം. ഇപ്പോൾ ഈ ചക്ക ഇവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമ്മുടെ കടച്ചക്ക കൊണ്ടുള്ള ഇറച്ചിത്തോരൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഇറച്ചിത്തോരൻ്റെ അരപ്പിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് കാണുന്നത്. 5 ഉള്ളി, അതുപോലെ തന്നെ 1 നുള്ളു പെരിഞ്ചീരകം, 1/2 ടീസ്പൂണ് കുരുമുളക്, 8 കാന്താരി മുളക്, പിന്നെ 8 അല്ലി വെളുത്തുള്ളി. ഇതിപ്പോൾ തേങ്ങ തിരുമിയത് 1/2 കപ്പുണ്ട്. ഇത് മിക്സിയുടെ ജാറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ. അതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കുക. ഉള്ളി, വെളുത്തുള്ളി, കാന്താരി മുളക്, പെരിഞ്ചീരകം, കുരുമുളക്, ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് വെള്ളം ചേർക്കാതെ അരച്ച് വെച്ചതാണ് നിങ്ങൾ കാണുന്നത്, വെള്ളം ചേർത്ത് അരയ്ക്കരുത്. ഇപ്പോൾ നമ്മുടെ ചക്ക എടുത്ത നേരം നമുക്കായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ചക്കയിലോട്ടേക്ക് അത്യാവശ്യം ഉപ്പ് ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് വെന്ത് വരാനായിട്ട് ചക്കയുടെ മൂപ്പ് അനുസരിച്ചിരിക്കും. നന്നായിട്ട് മൂത്ത കടച്ചക്കയാണ്, അല്ലെന്നുണ്ടെങ്കിൽ സീമച്ചക്കയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സാധനം വെന്ത് വരും. ചെറുതായിട്ടൊന്ന് ഒരാവി കയറി ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് വരും. ഇനി അങ്ങനല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വേഗം കുറച്ച് താമസം ഉണ്ടാവും. ഇപ്പോൾ ഇതിന് കുറച്ചും കൂടി ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാനിപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങാരപ്പ് ഇപ്പം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കല്ലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കല്ല് വെച്ചിട്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ അതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത്. ഈ ചക്ക കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഇറച്ചി ചെയ്തെടുക്കുന്ന അതേ മെത്തേഡ് തന്നെ ഒരു റെസിപ്പിയുണ്ട്, കടച്ചക്ക മസാല. അത് നല്ല സൂപ്പർ റെസിപ്പിയാണ്. അതായത് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, വെജിറ്റേറിയൻസിന് പറ്റുന്ന നല്ല അടിപൊളി ഒരു ബീഫ് ഫ്രൈ മാറി നിൽക്കുക അതാണെന്നുണ്ടെങ്കിൽ.
അപ്പോൾ ഞാൻ വേറൊരു കടച്ചക്ക ഇത് കണക്ക് തന്നെ പറിച്ചിട്ട് അത് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇറച്ചിത്തോരൻ ചെയ്യാമെന്ന് ഓർത്ത്. ഇപ്പോൾ കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ട് വെന്ത് വരാനാണ്. മൂത്ത ചക്കയാണെന്നുണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് തന്നെ വെന്ത് വരുത്തും, അല്ലാത്ത ചക്കയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ കൂടുതൽ വെള്ളം തളിക്കേണ്ടി വരും. ഇതിപ്പോൾ മൂത്ത ചക്കയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. കടച്ചക്ക കൊണ്ടുള്ള ഇറച്ചിത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഗരം മസാല ഇത് ഞാൻ പൊടിച്ച മസാലയാണ്. നമ്മളെ ഗരം മസാല അറിയാത്തവർക്ക് എൻ്റെ മറ്റുള്ള റെസിപ്പി, ഇപ്പോൾ ചിക്കൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ റെസിപ്പികൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗരം മസാല കാണാൻ പറ്റും. ആ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗരം മസാലയും കൂടെ ചേർത്ത് കഴിയുമ്പം കറക്റ്റ് ഇറച്ചിത്തോരൻ കറക്റ്റ്, അതായത് നമ്മൾ കണ്ണ് മൂടി നിന്നിട്ടൊന്ന് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലിരിക്കുന്നത് എന്തോ ഒരു ഇറച്ചി കൊണ്ടുള്ള വിഭവമാണെന്ന് നമുക്ക് തോന്നും. അതുപോലെ മാത്രമല്ല കഴിക്കുമ്പോഴും അതേ ടേസ്റ്റ് ഫീൽ ചെയ്യും. ഈ ചക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണത്. അപ്പോൾ എല്ലാവർക്കും ഈ വിഭവം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളതായത് ഇതിനൊക്കെ നമ്മൾ തോരൻ ചെയ്ത് തീർക്കുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ ആ സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ലേ ഈ റെസിപ്പി. ഇതിനകത്ത് ആകെ ഉള്ളൊരു ഒരേ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് ഈ ചക്കയൊന്ന് അരിഞ്ഞെടുക്കുക എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിലിത് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിള്ളേർക്കാണെങ്കിലും അത് കണക്ക് തന്നെ വീട്ടിൽ വയസ്സായവർക്കാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അടിപൊളി ഇറച്ചിത്തോരനാണിത്. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം എന്നെ അറിയിക്കുക വീഡിയോയുടെ താഴെ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. ഏറ്റവും അവസാനം തോരൻ നമ്മൾ എടുത്തു വെക്കുന്നതിന് മുമ്പ് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ടേസ്റ്റ് കൂട്ടാനായിട്ട്.